വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു. നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു. സുകൃത ഹോമം, മൃത്യുഞ്ജയ ഹോമം, മഹാശ്രീചക്ര പൂജ, അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനിരുത്തൽ, പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ, രോഗദുരിത നിവാരണത്തിനായി ധന്വന്തരി ഹോമം, ജാതകദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം, മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9497349332. വടക്കാഞ്ചേരിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിലെത്തിച്ചത് തിരിച്ചറിയൽ പരേഡിനു വേണ്ടിയാണെന്ന് മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞു. വിലങ്ങണിയിച്ചതിനോട് സർക്കാർ യോജിപ്പില്ലെന്നും മന്ത്രി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച സബ്മിഷനാണ് സർക്കാരിന്റെ മറുപടി. കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജിലെ SFI KSU സംഘർഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു 3 KSU പ്രവർത്തകരെ മുഖംമൂടിയും വിലങ്ങുമണിയിച്ച് വടക്കാഞ്ചേരി കോടതിയിലെത്തിച്ചത്. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വൻ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നതിന്റെ തുടർച്ചയായാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ വിഷയമുന്നയിച്ചത്. കൊടും കുറ്റവാളികളെ പോലെയാണ് KSU പ്രവർത്തകരെ കൊണ്ടുവന്നതെന്നും തീവ്രവാദികളോട് പോലും ഇക്കാലത്ത് ഇങ്ങനെ ചെയ്യാറില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ KSU SFI സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് KSU പ്രവർത്തകർക്ക് മാത്രം എതിരായി കേസെടുത്ത് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഗണേഷ് ആറ്റൂർ, അതുപോലെ ഗവൺമെൻറ് കോളേജിലെ കിള്ളിമംഗലം ഗവൺമെൻറ് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അസ്ലം, യൂണിറ്റ് ഭാരവാഹി ഒറ്റപ്പാലം കോളേജിലെ അല്ലമീൻ എന്നിവരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SHO UK ഷാജഹാൻ്റെ നേതൃത്വത്തിൽ കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണി കൊണ്ട് മുഖംമൂടി അണിയിച്ച് കൈ പിന്നിൽ കെട്ടി വിലങ്ങ് വെപ്പിച്ച് വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. തീവ്രവാദികളെ പോലും ഇപ്പോൾ ഈ കാലത്ത് അങ്ങനെ ചെയ്യാറില്ല. സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ്. വിലങ്ങ് വെപ്പിച്ച് കുട്ടികളെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ കറുത്ത തുണി വെച്ച് മുഖം മൂടി വിലങ്ങ് വെച്ചിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന ദയനീയമായ സംഭവം ഉണ്ടായി. ഈ നടപടിയെ, പോലീസ് നടപടിയെ അതിശക്തമായി കോടതി വിമർശിക്കുകയും എന്തിനാണ് മുഖം മറച്ച് വിലങ്ങണിയിച്ച് ഹാജരാക്കിയെന്ന് ചോദിക്കുകയും എന്നാൽ കൃത്യമായ മറുപടി പറയാൻ പോലീസിന് സാധിക്കാത്തതിനെ തുടർന്ന് SHOയ്ക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകുകയും ജില്ലാ പോലീസ് മേധാവി വഴി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ കേരളമല്ലേ? നമ്മുടെ കേരളത്തിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ, വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം എത്രയോ കൊല്ലമായിട്ടുള്ളതാണ്. വിദ്യാർത്ഥികൾ തമ്മിൽ, എന്നിട്ട് ഈ കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് മാതാപിതാക്കളെ ഈ SHO ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 6 പ്രാവശ്യമാണ് ഇയാൾ വീട്ടിൽ പോയി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ കോളേജിലുണ്ടായ കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ പുറത്ത് വീടുകളിൽ, ബന്ധുവീടുകളിൽ പോയി കുന്നംകുളത്തെ കേസ് ഇവിടെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചാണ്. അന്ന് ആ കുന്നംകുളത്ത് ശുചിത്ത് മർദ്ദിക്കപ്പെടുമ്പോൾ അവിടുത്തെ SHO ആയിരുന്ന അതേ SHO ആണ് ഈ കാര്യം ചെയ്തത് എന്നത് കുറെ കൂടി ഗൗരവം അർപ്പിക്കുന്നത്. സർക്കാർ അടിയന്തരമായ നടപടികൾ, അച്ചടക്ക നടപടികൾ, ശിക്ഷാ നടപടികൾ ഈ കേസിൽ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയാണ് മുഖം മൂടിയതെന്ന് മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞു. വിലങ്ങണിയിച്ചതിനോട് സർക്കാരിന് യോജിപ്പില്ലെന്നും മന്ത്രി. വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് സർവകലാശാല D സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് കിള്ളിമംഗലം കോളേജിലും മാള കോളേജിലും ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. ഇതിന് തുടർച്ചയായി 19/8/2025 ഗണേഷ് എന്നയാൾ ഉൾപ്പെടെ 7 പേർ ചേർന്ന് 2 വിദ്യാർത്ഥികളെ തലക്കടിച്ചും മറ്റ് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പണവും മൊബൈൽ ഫോണും കവരുകയും ചെയ്തുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 645/2025 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഗണേഷ് ഉൾപ്പെടെയുള്ള 3 പേരെ 11/9/2025 കൊയിലാണ്ടിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇവർ ഇപ്പോൾ റിമാൻഡിലാണ്. അക്രമത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി പ്രതികളെ മുൻപരിചയമില്ലെന്നും കണ്ടാൽ തിരിച്ചറിയുമെന്നും മൊഴി നൽകിയതിനാൽ പ്രതികളുടെ ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ടതായുണ്ട്. അതിനാൽ പ്രതികളുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടി മുമ്പായി പൊതുമണ്ഡലത്തിൽ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിച്ചാണ് കോടതിയിൽ ഹാജരാക്കിയെന്നാണ് റിപ്പോർട്ട്. വിദ്യാർത്ഥികളെ വിലങ്ങുവെച്ചതായി പരാതി ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ വിലങ്ങുവെച്ചിട്ടുണ്ടെങ്കിൽ ആ നടപടിയോട് സർക്കാരിന് യോജിപ്പില്ല. ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തുവാനും അന്വേഷണ വിധേയമായി സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സ്ഥലം മാറ്റുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്.
ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.